God in the midst of thee. He is mighty, He will save thee, will rejoice over thee with joy, with joy. He will save thee. He is mighty. He will save thee. Will rejoice over thee with joy, with joy. The Lord thy God in the midst of thee. In the midst of thee. The Lord thy God in the midst of thee. In the midst of thee. He is mighty. He will save thee. Is mighty. He will save thee. Will rejoice Over thee with joy, with joy. He is the God of Abraham. He is the God of Isaac. He is the God of Jacob. He is the God Who came down to us. His name is Jesus, 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 Jesus. The name that heals you. Jesus heals you. The name that saves you. Jesus saves you. The name above all names, before whom all knees shall bow, all tongue confess that Jesus Christ is Lord. The name above all names, before whom all knees shall bow, all tongue confess that Jesus Christ is Lord. Jesus Christ is Lord. Jesus Christ is Lord. Jesus Christ is Lord. Jesus Christ is Lord of all nations. Jesus Christ is Lord. Jesus Christ is Lord. Jesus Christ is Lord. Jesus Christ is Lord of all nations. He is the God of righteousness. Righteousness. He is the God of justice. Justice. His word has overcome the enemy of my soul. He is the mighty deliverer. Jesus Christ is Lord. Jesus Christ is Lord. Jesus Christ is Lord. Jesus Christ is Lord. He 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 is Lord. Jesus Christ is Lord. നന്ദിയല്ലതൊന്നുമില്ലപ്പാ എന്റെ നാമം ചൊല്ലിടുവാനാ സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ
എന്റെ നാവം ചൊല്ലിടുവാനാ. എണ്ണമില്ല നന്മകളിൽ ചൊരിയും വന്ദയെ ഓർക്കുമ്പോൾ നന്ദിയല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാവം ചൊല്ലിടുവാനാ. സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാവം ചൊല്ലിടുവാനാ. നിന്റെ സ്നേഹമോർക്കുമോ കൃപകളോർക്കുമോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമോ ത്യാഗമോർക്കുമോ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. നിന്റെ സ്നേഹമോർക്കുമോ കൃപകളോർക്കുമോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമോ ത്യാഗമോർക്കുമോ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ സാധുവാകും എന്നെ സ്നേഹിച്ചു. സ്വന്തം ജീവൻ തന്ന സ്നേഹമേ നന്ദിയല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാവം ചൊല്ലിടുവാനാ. സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാവം ചൊല്ലിടുവാനാ. സാധുവാകും എന്നെ സ്നേഹിച്ചു. സ്വന്തം ജീവൻ തന്ന സ്നേഹമേ നന്ദിയല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാവം ചൊല്ലിടുവാനാ. സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാവം ചൊല്ലിടുവാനാ. സ്നേഹമോർക്കുമ്പോൾ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. സ്നേഹമോർക്കുമ്പോൾ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ സ്നേഹമോർക്കുമ്പോൾ ഉള്ളം നിറയും എന്റെ പ്രിയനേ. നന്ദിയല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാവം ചൊല്ലിടുവാനാ. സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാവം ചൊല്ലിടുവാനാ. സ്നേഹമോർക്കുമ്പോ ഉള്ളം നിറയും എന്റെ പ്രിയനേ. നന്ദിയല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാവം ചൊല്ലിടുവാനാ. സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാവം ചൊല്ലിടുവാനാ. സ്നേഹമോർക്കുമ്പോൾ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. സ്നേഹമോർക്കുമ്പോൾ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ
ദൈവപുത്ര അങ്ങേക്കാരാധന, യേശുനാഥ അങ്ങേക്കാരാധന, ദൈവപുത്ര അങ്ങേക്കാരാധന, യേശുനാഥ അങ്ങേക്കാരാധന, തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ
എന്നും യോഗ്യനേ. ഹല്ലേലൂയ. യേശുവേ ആരാധ്യനേ, ക്രിസ്തുവേ ആരാധ്യനേ, കുഞ്ഞാടേ എന്നും യോഗ്യനേ. ഹല്ലേലൂയ. വഴിയും സത്യവും യേശു, എനിക്ക് ജീവൻ നൽകിയ ഇടയൻ. ജീവന്റെ വഴിയും സത്യവും യേശു, എനിക്ക് ജീവൻ നൽകിയ ഇടയൻ. ജീവിതത്തിൽ സമാധാന പ്രഭുവായി വാണിടട്ടെ, എന്നും വാണിടട്ടെ. യേശുവേ ആരാധ്യനേ, ക്രിസ്തുവേ ആരാധ്യനേ, കുഞ്ഞാടേ എന്നും യോഗ്യനേ. ഹല്ലേലൂയ. യേശുവേ ആരാധ്യനേ, ക്രിസ്തുവേ ആരാധ്യനേ, കുഞ്ഞാടേ എന്നും യോഗ്യനേ. ഹല്ലേലൂയ. പതരാതെ നിൽപ്പാൻ പരിശുദ്ധാത്മാവിൽ അഭിഷേകം നൽകി. കഷ്ടനഷ്ട ശോധനയിൽ പതരാതെ നിൽപ്പാൻ പരിശുദ്ധാത്മാവിൽ അഭിഷേകം നൽകി. മരുഭൂ പ്രയാണത്തിൽ പതറി വിടാതെ മേഘത്തണലിൽ സ്വാതന്ത്ര്യമേകി. മരുഭൂ പ്രയാണത്തിൽ പതറി വിടാതെ മേഘത്തണലിൽ സ്വാതന്ത്ര്യമേകി. യേശുവേ ആരാധ്യനേ, ക്രിസ്തുവേ ആരാധ്യനേ, കുഞ്ഞാടേ എന്നും യോഗ്യനേ. ഹല്ലേലൂയ. യേശുവേ ആരാധ്യനേ, ക്രിസ്തുവേ ആരാധ്യനേ, കുഞ്ഞാടേ എന്നും യോഗ്യനേ. ഹല്ലേലൂയ. കേട്ട പരൻ മുഴൻ തന്നെ യാചന കേട്ടനാഥൻ. കുരുടന്ന നിലവിളി കേട്ട പരൻ മുഴൻ തന്നെ യാചന കേട്ടനാഥൻ. പക്ഷവാത രോഗിയും മനസ്സറിഞ്ഞോന് അതിമഹത്തായ പ്രതിഫലമേ. പക്ഷവാത രോഗി മനസ്സറിഞ്ഞോന് അതിമഹത്തായ പ്രതിഫലമേ. യേശുവേ ആരാധ്യനേ, ക്രിസ്തുവേ ആരാധ്യനേ, കുഞ്ഞാടേ എന്നും യോഗ്യനേ. ഹല്ലേലൂയ. യേശുവേ ആരാധ്യനേ, ക്രിസ്തുവേ ആരാധ്യനേ, കുഞ്ഞാടേ എന്നും യോഗ്യനേ. ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. ഓ ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. എന്റെ പാറയാകും യേശുനാഥാ, എന്നെ കാക്കും ദൈവം നീയേ. എന്റെ പാറയാകും യേശുനാഥാ, എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നുമെന്നും സ്തുതി നിനക്ക്. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നുമെന്നും സ്തുതി നിനക്ക്. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. ഓ ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ.
യേശുവേ എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. യേശുനാഥ നീ എൻ ബലമായതാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥ നീ എൻ ബലമായതാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. ഓ ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. ചിറകുകളിൽ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. ചിറകുകളിൽ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. വിശുദ്ധനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. വിശുദ്ധനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. ഓ ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. ജീവനുള്ള കാലമെല്ലാം നിന്നെ സ്തുതിച്ചു പാടിയിടുമേ. എന്നിൽ ജീവനുള്ള കാലമെല്ലാം നിന്നെ സ്തുതിച്ചു പാടിയിടുമേ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. ഓ ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നുമെന്നും സ്തുതി നിനക്ക്. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നുമെന്നും സ്തുതി നിനക്ക്. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. ഓ ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. ഓ ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. Hallelujah, glory, hallelujah. We worship you, Lord. We adore you, Lord. We thank you and praise you, Lord. Hallelujah. Yeshua, Aradhana, Yeshua, Moham, Katave, hallelujah. Blessed be the name, hallelujah. Glory, hallelujah, hallelujah. Jesus, we love you, we worship you, Lord. We adore you, Lord. We thank you and praise you, Lord. Hallelujah. Blessed be the name, hallelujah. Glory, hallelujah, hallelujah, hallelujah. Oh, Jesus, hallelujah. Glory, His name is exalted, hallelujah. Oh,
glory, hallelujah. Stotram Aradhana Yeshua Mohodam Gatave. Worship you, Lord, worship you, Jesus. We worship you, Jesus. We adore you, Lord. We thank you and praise you, Lord, hallelujah. Oh, we lift the name of Jesus. We lift the name. You can be യേശുവേ സ്തുതികൾക്കു യോഗ്യൻ നീ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്കു യോഗ്യൻ നീ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്കു യോഗ്യൻ നീ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീളത്താൽ വീണ്ടെടുത്തു ഉയർത്തെന്നും ജീവിക്കുന്നു മരണത്തെ ജയിച്ചവനേ ഉയർത്തെന്നും ജീവിക്കുന്നു മരണത്തെ ജയിച്ചവനേ യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്കു യോഗ്യൻ നീ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ സൗഖ്യദായകൻ എന്നേശു അടിപ്പിണരാൻ സൗഖ്യം നൽകി ആശ്രയം നീ എന്റെ നാഥ എത്ര മാധുര്യം ജീവിതത്തിൽ
യേശുവേ സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ, സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. Hallelujah, glory, hallelujah. We worship you, Lord. We adore you, Lord. We thank you and praise you, Lord. Hallelujah. Yeshua, Adonai, Yeshua, Mohdam. Hallelujah. Blessed be the name. Hallelujah, glory, hallelujah, hallelujah. We love you, we worship you, we adore you, Lord. We thank you and praise you, Lord. Hallelujah, hallelujah. Adonai, hallelujah, Adonai. Blessed be the name, blessed be the name, blessed be the name. Hallelujah, glory, hallelujah. We worship you, we adore you, Lord. We thank you and praise you, Lord. Hallelujah, glory, hallelujah. Hallelujah, Stotram, Papa, Stotram, Yeshua, Stotram. Blessed be the name, blessed be the name of the Lord. Hallelujah, glory, hallelujah, hallelujah, hallelujah. Hallelujah, glory, hallelujah, hallelujah, hallelujah. Ni ende sarvu. Hallelujah, glory, hallelujah, Stotram, Papa. We love you, we worship you, Papa. We adore you. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ആരംഭിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇന്നത്തെ സാഹചര്യത്തിൽ സംഗതികളൊക്കെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. സഭയിലൊക്കെ അധികം പേർക്ക് കൂടാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ പ്രായമൊക്കെ പരിഗണിച്ച് പുറത്തു പോലും ഇറങ്ങാതെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ വചനം പ്രഘോഷിക്കുകയാണ്. പ്രാർത്ഥനയോടെ കേൾക്കുക. ദൈവം നമ്മളെ എന്തുമാത്രം സ്നേഹിക്കുന്നു. ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും നമുക്ക് വചനത്തിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൂടെയൊക്കെ കേട്ടുകൊണ്ടിരുന്നതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുക. നമ്മൾ യേശുവിനെ അറിയുന്ന കാര്യമൊക്കെ സംസാരിച്ചെങ്കിലും അതിൻ്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനം നോക്കുമ്പം ആദ്യത്തെ അപ്പസ്തോലന്മാർ യേശുവിനെ നേരിട്ട് കണ്ടവരാണ്. അവർ ദൃക്സാക്ഷികളാണ്. കാരണം യേശു അന്ന് ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ച് അവരുടെ കൂടെ നടക്കുകയും അവരുടെ കൂടെ ഭക്ഷണം തിരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയുള്ള നേരിട്ടുള്ള ഒരു അറിവുണ്ട്. എന്നാൽ ഇന്ന് നമുക്കെല്ലാവർക്കും അതുപോലെ തന്നെ ഒരു അറിവ് കിട്ടും. കാരണം നമുക്കിന്ന് പരിശുദ്ധാത്മാവുണ്ട്. യേശു ഭൂമിയിൽ കൂടി നടന്ന കാലത്ത് തൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കിയിട്ടില്ല, രക്ഷ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിച്ചിട്ടുമില്ല. യേശു കുരിശിൽ തൂങ്ങി മരിച്ച് അടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്തതിന് ശേഷം
സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞിട്ട് ശിഷ്യന്മാരെല്ലാം കൂടെ അപ്പർ റൂമിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവ് വന്നത്. ആ പരിശുദ്ധാത്മാവ് ഇന്ന് എന്നിലുമുണ്ട്, നിങ്ങളിൽ ഓരോരുത്തരിലുമുണ്ട്. ആ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് ശിഷ്യന്മാർക്ക് നേരിട്ട് കാണാൻ പറ്റിയെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ശാരീരികമായ കണ്ണുകൾ കൊണ്ട് കാണുന്നില്ലെങ്കിലും നമുക്ക് ദൈവം ആത്മീയമായ കണ്ണുകൾ തന്നിട്ടുണ്ട്, ആത്മീയമായ കാതുകൾ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ആത്മീയമായ ഒരു സ്പർശനം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ യേശുവെ നമുക്ക് ശിഷ്യന്മാർക്കുണ്ടായ അതേ അനുഭവത്തിൽ തന്നെ രുചിച്ചറിയാൻ പറ്റും. ഞാൻ യേശുവിനെ കണ്ടുമുട്ടി എന്ന് പറയുമ്പോൾ അതിനൊരർത്ഥമുണ്ട്. എൻ്റെ ആത്മാവ് നേരത്തെ യേശുവിനെ നാഥനും കർത്താവും രക്ഷകനുമായിട്ട് സ്വീകരിക്കുന്നതിന് മുമ്പേ ആദത്തിൻ്റെ പാപമായ ആദ്യത്തെ പാപം, അതിൻ്റെ ഫലമായിട്ട് ആത്മീയമായ മരണം ഒക്കെ ആയിരുന്നു. എന്നാൽ യേശുവിനെ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും ജനനം കിട്ടി. ഈ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിലുള്ള ജനനമാണ്. ആത്മാവ് ജനിച്ചു കഴിയുമ്പോൾ ആത്മാവിനും പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. കാണാൻ പറ്റും, ആത്മാവിൽ കാണാൻ പറ്റും, ആത്മാവിൽ കേൾക്കാൻ പറ്റും, ആത്മാവിൽ രുചിക്കാൻ പറ്റും, ഇതൊക്കെ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കേട്ടിരുന്നെങ്കിലും ഒരു ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. ആദ്യത്തെ അപ്പസ്തലന്മാർ ഞാൻ പറഞ്ഞതുപോലെ യേശു കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെ ശാരീരികമായ കണ്ടുകൊണ്ടൊക്കെ കണ്ടു. പക്ഷേ അതേ അനുഭവം ഇന്ന് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാം. നമുക്ക് ആ ആദ്യത്തെ അപ്പസ്തലന്മാരെ കുറിച്ച് പറയുന്ന കാര്യം 2 പത്രോസിൻ്റെ 1-ാം അധ്യായത്തിൽ 16 തൊട്ടുള്ള വചനങ്ങളത് വായിക്കാം. 2 പത്രോസ് 1, 16 തൊട്ട് 18 വരെ ആണ് വായിക്കാൻ പോവുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൽപ്പിത കഥകളെ ആശ്രയിച്ചല്ലായിരുന്നു, മറിച്ച് ഞങ്ങൾ അവിടുത്തെ മഹിമയ്ക്ക് ദൃക്സാക്ഷികളായിരുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് തൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ പിതാവായ ദൈവത്തിൽ നിന്ന് അദ്ദേഹത്തിന് ബഹുമാനവും തേജസ്സും ലഭിച്ചു. അദ്ദേഹത്തോടു കൂടെ വിശുദ്ധ പർവ്വതത്തിലായിരുന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് വന്ന ഈ ശബ്ദം ഞങ്ങൾ തന്നെ കേട്ടു. ആമേൻ, ആമേൻ. അപ്പോൾ അവർ ശാരീരികമായ ആ കാതുകൾ കൊണ്ട് തന്നെ അന്ന് കേട്ടതാ. ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന് സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം പറയുന്നത് ഇവർക്ക് കേൾക്കാൻ സാധിച്ചു. നമുക്ക് ലൂക്കായുടെ 9-ാം അധ്യായത്തിലും ഒന്ന് വായിക്കാം. 9:32. ലൂക്ക 9:32. നിദ്രാവിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു. അവർ അവൻ്റെ മഹത്വം ദർശിച്ചു. അവനോട് കൂടെ നിന്ന ഇരുവരെയും കണ്ടു. ആമേൻ, ആമേൻ. ഈ യേശുവിനെ ക്രൂശിച്ച് കഴിഞ്ഞിട്ട് അടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്തതിന് ശേഷം ഉത്ഥിതനായ യേശുവിനെയും ഇവർക്ക് കാണാൻ സാധിച്ചു. നമ്മളത് പത്രോസ് പറയുന്നുണ്ട്, ഞങ്ങൾ ദൃക്സാക്ഷികളാണ്. അപ്പം യേശു ആദ്യം ഭൂമിയിൽ മനുഷ്യനായിട്ട് ജീവിച്ച കാലം, അതിനുശേഷം മരിച്ചു, അടക്കപ്പെട്ടു, ഉത്ഥിതനായ ഒരു യേശു. ആ യേശുവിനെ ഇവർക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റി. എന്നാൽ അതിന് ശേഷമാണ് പെന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവ് വരുന്നത്. ആ പരിശുദ്ധാത്മാവിനെ നമ്മളെല്ലാം നിറഞ്ഞവരാ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഈ അനുഭവം ഉണ്ടാകും. എന്നാൽ അന്ന് അവരുടെ കൂടെ ഇല്ലായിരുന്ന ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന ഒരാളാണ് സാവൂൾ, പിന്നീട് പൗലോസായി മാറിയ. ഈ പൗലോസിന് ദമാസ്കസിലേക്ക് ക്രിസ്ത്യാനികളെ ബന്ധനസ്ഥരാക്കാനായിട്ട് പോകുന്ന വഴിക്ക് കർത്താവ് ഒരു കൂടിക്കാഴ്ച കൊടുത്തു പൗലോസിന്. ആ പൗലോസ്
ഇതുപോലെ കർത്താവിനെ അനുഭവിച്ചെങ്കിലും ആ അനുഭവിച്ച പൗലോസ് പിന്നീട് പറയുന്നത് എന്നാൽ നമുക്ക് ഒന്ന് കേൾക്കാം. ഫിലിപ്പിയ 3:7 തൊട്ട് 11 വരെ ശ്രദ്ധിച്ച് കേൾക്കാം. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതെല്ലാം യേശു ക്രിസ്തുവിനു വേണ്ടി ഞാൻ നഷ്ടമായി കണക്കാക്കുന്നു. അതുമാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പരമമായ ജ്ഞാനം നിമിത്തം ഞാൻ എല്ലാം നഷ്ടമെന്നെണ്ണുന്നു. അവിടുത്തേക്ക് വേണ്ടി ഞാൻ സകലവും നഷ്ടമെന്ന് കരുതുന്നു. ക്രിസ്തുവിനെ നേടുവാനും ന്യായപ്രമാണത്തിലൂടെ ലഭിക്കുന്ന എൻ്റെ സ്വന്തം നീതിയല്ല, ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകിയിരിക്കുന്ന നീതി തന്നെ പ്രാപിച്ചു ക്രിസ്തുവിൽ ആയിരിക്കുവാനും ക്രിസ്തുവിനെയും അവിടുത്തെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിഞ്ഞ് അവിടുത്തെ മരണത്തോട് അനുരൂപപ്പെടുവാനും അങ്ങനെ ഏത് പ്രകാരവും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കുവാനുമായി ഞാൻ സകലവും ത്യജിച്ച് ചവറ് എന്ന് എണ്ണുന്നു. ആമേൻ. നമ്മൾ പൗലോസിൻ്റെ ഈ പ്രസ്താവനയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൗലോസ് മാത്രം അന്ന് ശിഷ്യന്മാരോട് ഇല്ലായിരുന്നെങ്കിലും പിന്നീട് കർത്താവ് അവന് ഒരു അനുഭവം കൊടുത്തു, അവന് പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ആ പൗലോസാണ് പറയുന്നത്, ആ യേശുവിനെയൊക്കെ കണ്ടുമുട്ടിക്കഴിഞ്ഞിട്ടും പറയുന്നത് ഒറ്റ ആഗ്രഹം മാത്രമേ പൗലോസിനുള്ളൂ. അതായത് യേശുവിനെ കൂടുതൽ കൂടുതൽ അറിയുക. പ്രിയപ്പെട്ടവരെ, ഈ ആഗ്രഹമാണ് എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടാകേണ്ടത്, എപ്പോഴും, എല്ലാ ദിവസവും, എല്ലാ സമയത്തും. അതിനുവേണ്ടി പൗലോസ് പറയുന്നത്, അത് ആ യേശുവിനെ അറിയാൻ വേണ്ടി ഞാൻ എന്തിനെയെല്ലാം മുറുകെ പിടിച്ചിട്ടുണ്ടോ, ഞാൻ എന്തിനെയെല്ലാം സ്വന്തമായി കരുതിയിട്ടുണ്ടോ, ഞാൻ എന്തിനെയെല്ലാം താലോലിച്ചിട്ടുണ്ടോ, അതെല്ലാം ഞാൻ നഷ്ടമായി കരുതുന്നു. എന്തിനു വേണ്ടി? അത് നഷ്ടപ്പെടുത്തിയെങ്കിൽ മാത്രമേ എനിക്ക് യേശുവിനെ കൂടുതൽ കൂടുതൽ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെയാണ് ഈ യേശുവിനെ നമുക്കറിയണമെങ്കിൽ നമുക്കൊന്ന് കാണാം. പൗലോസിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ 10 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് യേശുവിനെ അറിയണമെങ്കിൽ. ആദ്യം ഞാൻ ഹോസിയയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായം 6 തൊട്ട് 8 വരെ ഒന്ന് വായിക്കാം. 6-ാം അധ്യായം ഹോസിയ 6 തൊട്ട് 8 വരെ. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദഹന ബലികളല്ല, ദൈവജ്ഞാനമാണ് ദൈവത്തിനിഷ്ടം. ആമേൻ. ഞാനതൊന്ന് ഇംഗ്ലീഷ് വായിക്കാം, കാരണം ഇംഗ്ലീഷ് വായിക്കുമ്പോൾ കുറച്ചുകൂടെ അത് ശക്തമായിട്ട് വരുന്നുണ്ട്. അവിടെ പറയുന്ന, ഐ ഡോണ്ട് വാണ്ട് യുവർ സാക്രിഫൈസസ്. എനിക്ക് നിങ്ങളുടെ ബലി അല്ല വേണ്ടത്. ഐ വാണ്ട് യുവർ ലവ്. എനിക്ക് നിങ്ങളുടെ സ്നേഹമാണ് വേണ്ടത്. ഐ വാണ്ട് യു ടു നോ മീ. എനിക്ക് നിങ്ങൾ എന്നെ അറിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുക. ഇതാണ് വചനം പറയുന്നത്. ദൈവത്തിൻ്റെ തന്നെ ആഗ്രഹം. എനിക്ക് ബലിയർപ്പണം വേണ്ട, അതൊന്നും, അതിനേക്കാളൊക്കെ വിലപ്പെട്ടതാണ് നിങ്ങളുടെ സ്നേഹം. നിങ്ങൾ എന്നെ സ്നേഹിക്കണം, നിങ്ങൾ എന്നെ അറിയണം. ഇതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഏശയ്യായുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം ഒന്ന് വായിക്കാം, 3-ാമത്തെ വചനം മുതൽ. കാള തൻ്റെ ഉടമസ്ഥനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രയേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. ആമേൻ. കർത്താവ് കണ്ടോ, ഒരു കമ്പാരിസൺ നടത്തുക. ഈ മൃഗമായ കാള അതിൻ്റെ പുൽത്തൊട്ടി അറിയുന്നു, അതുപോലെ മറ്റ് മൃഗങ്ങളൊക്കെ അതറിയുമ്പോൾ എൻ്റെ ജനം, എൻ്റെ സ്വന്തമായിട്ടുള്ള ജനം എന്നെ അറിയുന്നില്ല, അവരെന്നെ തിരസ്കരിച്ചു കളഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആഗ്രഹമാണിത്. നമ്മൾ വെറുതെ ഒരു മതപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടിട്ടില്ല. നമുക്കൊക്കെ കിട്ടിയ തെറ്റായ എന്തോ ജന്മനാൽ മുതലേ നമുക്ക് കിട്ടിയ തെറ്റായ ഒരു ജീവിത രീതിയാണത്.
മനുഷ്യൻ നിർമ്മിച്ച മതങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ക്രിസ്തു മതം എന്നൊരു മതം യേശു സ്ഥാപിച്ചിട്ടില്ല. യേശു സ്ഥാപിച്ചത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ അത് മതമല്ല, അത് യേശുവിനെ അറിയുന്ന ഒരു സംഗതിയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് തന്നെ നല്ലപോലെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ വലിയ ഒരു കത്തോലിക്കനായിരുന്നു. എൻ്റെ കത്തോലിക്ക മതം പഠിപ്പിച്ചതനുസരിച്ച് എല്ലാം ചെയ്തു കുറ്റമില്ലാത്തവനായിട്ട് കഴിഞ്ഞവനാണ്. പക്ഷേ യേശുവിനെ അറിഞ്ഞിട്ടില്ല. ക്രിസ്മസ് വരുമ്പോൾ യേശുവിന് വേണ്ടി പുൽക്കൂടും ഒക്കെ ഉണ്ടാക്കും. യേശുവിൻ്റെ ജനനത്തെ ഒരുപാട് സന്തോഷിച്ച് ഒരുപാട് പടക്കം പൊട്ടിക്കും. ഈസ്റ്ററിന് യേശു ഉത്ഥാനം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അന്നും വലിയ സന്തോഷമാണ്. ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ യേശു ആരാ? ഞാൻ കണ്ടിട്ടുണ്ടോ? അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതുപോലെ മതപരമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ എന്നെ കാണുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളെ കർത്താവ് വിളിച്ചത് യേശുവിനെ അറിയുവാനാണ്. യോഹന്നാൻ 17:3 പറയുന്നുണ്ട്, എന്താണ് രക്ഷ, എന്താണ് നിത്യജീവൻ? താൻ അയച്ച യേശുക്രിസ്തുവിനെ അറിയുന്നതാണ്. അതൊരിക്കലും മറക്കരുത്. അത് നിങ്ങളുടെ ഹൃദയത്തിൽ കുറിച്ചു വെക്കണം. യേശുവിനെ ഒരു പടം തൂക്കുന്നത് കൊണ്ടോ, യേശുവിൻ്റെ ഒരു കുരിശ് കഴുത്ത തൂക്കിയത് കൊണ്ടോ, ബൈബിൾ വായിച്ചത് കൊണ്ടോ, ബൈബിൾ പ്രസംഗിച്ചത് കൊണ്ടോ, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്, ബൈബിൾ പ്രസംഗിക്കുന്നതൊക്കെ. പക്ഷേ യേശുവിനെ അറിയാതെ ബൈബിൾ പ്രസംഗിക്കുന്നവരുണ്ട്. നമ്മൾ പ്രസംഗിക്കേണ്ടത് വചനം വായിച്ച് പഠിച്ച് ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് പ്രസംഗിക്കുന്നതല്ല, അനുഭവമാണ് പ്രസംഗിക്കേണ്ടത്. ഞാൻ തൊട്ട് നോക്കിയതാ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ, ഞാൻ എൻ്റെ കരങ്ങൾ കൊണ്ട് ഞാൻ സ്പർശിച്ചിട്ടുള്ളതാ. അങ്ങനെ ഒരു അനുഭവം, ആ അനുഭവമാണ് എനിക്ക് രക്ഷ തരുന്നത്. അതുകൊണ്ട് ഈ ഏശയ്യായുടെ ഇത് വായിക്കുമ്പം, അല്ലെങ്കിൽ പൗലോസിൻ്റെ നേരത്തെ വായിച്ചതനുസരിച്ച് 10 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം പൗലോസ് പറയുന്നുണ്ട്, ഞാൻ എല്ലാം നഷ്ടമായിട്ട് കരുതുന്നു, എല്ലാം ഉച്ഛിഷ്ടം പോലെ കരുതുന്നു. എന്തൊക്കെയാണ് അവൻ ഉച്ഛിഷ്ടമായിട്ട് കരുതിയത്? അവനെ യഹൂദനായിരുന്നു, യഹൂദ മതത്തിലെ വലിയ പ്രമാണിയായിരുന്നു. അങ്ങനെ അവനെക്കുറിച്ച് അവൻ 8-ാം ദിവസം പരിച്ഛേദന ചെയ്യപ്പെട്ടവനാണ്. ഹെബ്രായിൽ നിന്ന് ചോദിച്ചാൽ ഹെബ്രായനാണ്. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഏതെല്ലാം സംഗതി മുറുകെ പിടിച്ചോ. ഇന്ന് നിങ്ങൾക്കും എനിക്കും പറയാൻ പറ്റും. ഒരു കാലത്ത് എനിക്കും പറയാം, ഞാൻ കത്തോലിക്ക സഭയിലെ വലിയ തീക്ഷ്ണതയുള്ള ഒരാളായിരുന്നു, ഞാനൊരു ലീഡറായിരുന്നു, ഞാൻ കുട്ടികളെ വേദപാഠം പഠിപ്പിക്കുമായിരുന്നു. ഇതൊക്കെ എനിക്കും പറയാൻ പറ്റും. പക്ഷേ യേശുവിനെ അറിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പൗലോസ് പറഞ്ഞത്. ഞാൻ എല്ലാം ഉച്ഛിഷ്ടം പോലെ കരുതുന്നു, എല്ലാം നഷ്ടമായിട്ട് കരുതുന്നു. എന്തിനു വേണ്ടിയാണ്? യേശുവിനെ അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എനിക്ക് എന്തെല്ലാം ലാഭമായിട്ട് ഞാൻ കരുതിയോ അതെല്ലാം ഞാൻ നഷ്ടമായി കരുതുന്നു. 4-ാമത്തെ കാര്യം, എല്ലാത്തിനും ഞാൻ ഉച്ഛിഷ്ടം പോലെ കരുതുന്നു. എന്തിനു വേണ്ടി? 5-ാമത്തെ കാര്യത്തിൽ പറയുന്നു, എനിക്ക് യേശുക്രിസ്തുവിൽ ഞാൻ കാണപ്പെടണം. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മളെ ഓരോരുത്തരെയും ദൈവം യേശുക്രിസ്തുവിലാണ് വിളിച്ചത്. പക്ഷേ ആദ്യ മനുഷ്യൻ്റെ പാപനിമിത്തം നമ്മളെല്ലാം യേശുക്രിസ്തുവിന് പുറത്തായിപ്പോയി. ഇത് അനേകരെ യേശുക്രിസ്തുവിലല്ല, ക്രിസ്തു മതത്തിലാണ്. ഇത് രണ്ടാ. ക്രിസ്തു മതത്തിലായതുകൊണ്ട് കാര്യമില്ല, യേശുക്രിസ്തുവിലായിരിക്കണം. അങ്ങനെയാകുമ്പോൾ 6-ാമത്തെ കാര്യം, യേശുവിൻ്റെ നീതി. യേശുവാണ് യഥാർത്ഥ നീതി. ആ യേശുവിനെ ഞാൻ സ്വീകരിക്കുമ്പം എൻ്റെ പാപമെല്ലാം യേശു ഏറ്റെടുക്കുക. എന്നിട്ട് അവന് എന്നെ യേശുവിൻ്റെ നീതിയുടെ വസ്ത്രം കൊണ്ട് ഉടുപ്പിക്കുക. പിന്നീട് പൗലോസ് പറയുന്നത് അനുഭവ തലത്തിൽ യേശുവിനെ അറിയാനുള്ള ആഗ്രഹമാണ്. അതിനുവേണ്ടി യേശുവിൻ്റെ സഹനത്തിൽ പങ്കാളിയാകാനും തയ്യാറായിരുന്നു. യേശുവിനെ പോലെ മരണത്തിലും കാണപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചവനാണ്. കാരണം അവനും ഒറ്റ പ്രത്യാശയേ ഉള്ളൂ, ഒരു ദിവസം ഒരു പുനരുത്ഥാനം ഉണ്ടാകണം. ഇതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെ ആഗ്രഹം.
നമ്മൾ ഫിലിപ്പിയ 3:4-6 വരെ ഒന്ന് വായിച്ചാൽ മറ്റു ചില കാര്യങ്ങളോടെ ഞാൻ പറയാം. ഫിലിപ്പിയ 3:4-6 വരെ. എന്നാൽ എനിക്ക് ശരീരത്തിലും പ്രത്യാശ വയ്ക്കാൻ കഴിയും. ശരീരത്തിൽ പ്രത്യാശയുണ്ട് എന്ന് വിചാരിക്കുന്ന ആരെക്കാളും കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട്. കാരണം 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരിസേയൻ, തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ മുൻപിൽ കുറ്റമില്ലാത്തവൻ. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ആമേൻ. ഇവിടെ പൗലോസ് വീണ്ടും പറയുകയാണ്, അവന് പോസിറ്റീവായിട്ട് അവൻ കരുതല്ല. അവനെ സംബന്ധിച്ച് ഇപ്പോൾ കേട്ടതെല്ലാം പോസിറ്റീവാണ്. എന്നാൽ അവൻ ആ പോസിറ്റീവായിട്ട് കരുതുന്ന കാര്യങ്ങൾ തന്നെയാണ് യേശുവിനെ അറിയാനായിട്ട് തടസ്സമായി വന്നത്. ആ പോസിറ്റീവായിട്ട് അവൻ കരുതുക എന്നതാ, ഞാൻ 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ്. യഹൂദൻ്റെ നിയമത്തിൽ 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. ഞാൻ ഒരു കത്തോലിക്കൻ നിലയ്ക്ക് 8-ാം ദിവസം മാമോദിസ സ്വീകരിച്ചവനാണ്, വലിയ കാര്യമാണ്. പക്ഷേ അത് ഒരു സ്നാനമല്ലായിരുന്നെന്ന് പിന്നെ കർത്താവ് മനസ്സിലാക്കി തന്നു. കാരണം സ്നാനപ്പെടണമെങ്കിൽ വചനം പറയുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് സ്നാനപ്പെടണം. 8 ദിവസം പ്രായമുള്ള കൊച്ചുകുഞ്ഞ് എങ്ങനെയാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക? കേൾക്കാൻ പറ്റുമോ? മനസ്സിലാക്കാൻ പറ്റുമോ? അപ്പോൾ പ്രായപൂർത്തിയായതിനു ശേഷം സത്യത്തിൻ്റെ വചനം കേട്ട് സ്വന്തം തീരുമാനത്താൽ, ആരും നിർബന്ധിക്കാതെ സ്വന്തം തീരുമാനത്താൽ യേശുവിനെ മാത്രം നാഥനും കർത്താവും രക്ഷകനുമായിട്ട് സ്വീകരിച്ചതിന് ശേഷം സ്നാനപ്പെട്ടു. അപ്പോൾ രക്ഷപ്പെട്ടു. വിശ്വസിക്കുന്നവൻ സ്നാനപ്പെടുന്നവൻ രക്ഷ പ്രാപിക്കും, വിശ്വസിക്കാത്തവൻ രക്ഷപ്പെടുകയില്ല എന്ന് വചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത്, ഞാൻ 8-ാം ദിവസം പരിച്ഛേദന ചെയ്യപ്പെട്ടവനാണ്. അവൻ്റെ പാരമ്പര്യം അനുസരിച്ച്, അവനായിരുന്ന ആ മതത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ച് അവനൊരു കുഴപ്പമില്ല. ഞാനും വിചാരിച്ചു അങ്ങനെയാണ്. ഞാനായിരുന്ന മതത്തിൽ, ആ പാരമ്പര്യത്തിൽ എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ അവൻ പറയുന്നത്, ഞാൻ ഇസ്രായേൽ ജനത്തിൽ നിന്നുള്ളവനാണ്, ഇസ്രായേൽ ജനത്തിൽ ജനിച്ചവനാണ്. അത് അവർ പൊങ്ങച്ചം പറയുക. ബെഞ്ചമിൻ ഗോത്രത്തിൽ പിറന്നവനാണ്. അവിടെയും അവൻ്റെ അടുത്ത പൊങ്ങച്ചമാണത്. ഹെബ്രായയിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ. 4-ാമത്തെ കാര്യം അവനെക്കുറിച്ച് പറയുന്നതാണ്. നിയമത്തിൻ്റെ കാര്യത്തിൽ ഞാനൊരു ഫരിസേയനാണ്. അപ്പം നിയമത്താൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി യേശുവിനെ അറിയാൻ തടസ്സമായിരിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ മതപരമായ തീക്ഷ്ണത കൊണ്ട് ഞാൻ സഭയെ പീഡിപ്പിച്ചവനാണ്. 7-ാമത്തെ കാര്യം പറയുന്നത് കുറ്റമില്ലാത്തവനാണ്. അതായത് സ്വയം നീതീകരിക്കപ്പെടുക, സെൽഫ് റൈറ്റസ്നെസ്. ഇതെല്ലാമാണ് പൗലോസിനെ തടസ്സപ്പെടുത്തിയത്. അപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ, നിങ്ങൾ കർത്താവിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് കർത്താവിനെ അറിയാനായിട്ട് തടസ്സമായി നിൽക്കുന്ന എന്താണ്, അതൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇവിടെ പൗലോസ് പറയാത്ത ഒരു കാര്യം, വചനത്തിൽ വേറൊരു ഭാഗത്ത് ഒരു കാര്യമുണ്ട്. എൻ്റെ 40 കൊല്ലത്തെ പരിചയത്തിൽ ഒരുപാട് പേര് വചനം കേട്ടു, കർത്താവിനെ സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, സ്നാനപ്പെട്ടിട്ടുമുണ്ട്. എന്നാലും കർത്താവിനെ അറിഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അറിഞ്ഞ ലക്ഷണമൊന്നും കാണുന്നില്ല. അതിനൊരു കാര്യം, ഒരു തടസ്സം, മനുഷ്യൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കാളും നമ്മൾ വിലമതിക്കുന്നത് മനുഷ്യൻ്റെ സ്നേഹമാണ്. അപ്പം മനുഷ്യൻ്റെ അംഗീകാരം കിട്ടാൻ വേണ്ടി, മനുഷ്യൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ദൈവവചനത്തെ മാറ്റിക്കളയും. ഇതാണ് നമ്മൾ യോഹന്നാൻ്റെ 12-ാം അധ്യായം 43-ാമത്തെ വചനം. യോഹന്നാൻ 12:43. അവർ ദൈവത്തിൽ നിന്നുള്ള പുകഴ്ചയേക്കാൾ
മനുഷ്യരിൽ നിന്നുള്ള പുകഴ്ച അധികം ഇഷ്ടപ്പെട്ടു. ആമേൻ. അവർ ദൈവത്തിൽ നിന്നുള്ള പുകഴ്ചയേക്കാളും അവർക്ക് വേണ്ടത് മനുഷ്യൻ്റെ പുകഴ്ചയായിരുന്നു. അതുകൊണ്ട് അവർ യേശുവിനെ ആയിട്ടുള്ള ആ വളർച്ച, യേശുവിനെ ആഴമായിട്ട് അറിയാനായിട്ട് അവർക്ക് തടസ്സമായി തിന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടിരുന്നത്, പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ സ്നേഹിക്കരുത് എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞ 2 കൽപ്പനയെ തന്നിട്ടുള്ളൂ. നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കണം. നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. സ്നേഹിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നമ്മളറിയാതെ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം മനുഷ്യർക്ക് കൊടുക്കുമ്പോഴാണ് തടസ്സം. ഇവിടെ നമ്മൾ കേട്ടതനുസരിച്ച് ദൈവത്തെക്കാൾ ഉപരി മനുഷ്യൻ്റെ സ്നേഹം ആഗ്രഹിച്ചവരാ. അതൊരു തടസ്സമായിരുന്നു. നമ്മളെ കർത്താവ് പറഞ്ഞത് പരസ്പരം സ്നേഹിക്കാനാണ് പറഞ്ഞത്. 1 യോഹന്നാൻ്റെ 4, 7-8 വരെ. അതുകൂടാതെ 11-ാമത്തെ വചനവും 20-ാമത്തെ വചനവും വായിക്കും. 1 യോഹന്നാൻ 4, 7-8 വരെയും 11 പിന്നെ 20. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്ന് ഉള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. 11-ാമത്തെ വചനം, പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചെങ്കിൽ നാമും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ആമേൻ. അപ്പോൾ ഈ വചനത്തിൽ നിന്നൊക്കെ നമ്മൾ കാണുന്നത് കർത്താവ് നമ്മളോട് സ്നേഹിക്കാനാണ് പറയുന്നത്. എല്ലാവരെയും സ്നേഹിക്കാൻ. സ്നേഹിക്കുന്നതാണ് നിങ്ങൾ വീണ്ടും ജനിച്ചു, ദൈവത്തിൽ നിന്നും നിങ്ങൾ ജനിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളം നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാണ്. അതുകൊണ്ട് സ്നേഹിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ഇനി ആ സ്നേഹിക്കേണ്ട ലിസ്റ്റ് തന്നെ നമുക്ക് വചനത്തിലൂടെ കാണാം. നമ്മളെ ഓരോരുത്തരെയും വിവാഹം കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഭർത്താവിനോട് പറയുന്നുണ്ട്, നീ നിൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. എഫേസോസിൻ്റെ 5:28. ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെപ്പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെ സ്നേഹിക്കുന്നു. ആമേൻ. ആമേൻ. അപ്പോൾ ഭാര്യയെ സ്നേഹിക്കണം. എന്നാൽ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുമാണ് ഇതൊക്കെ പറയുന്നത്. ഭാര്യയെ സ്നേഹിക്കണം, ഒരിക്കലും സ്നേഹിക്കാതിരിക്കരുത്. എന്നാൽ ചിലർ ഭാര്യയോടുള്ള സ്നേഹമാണോ ഭാര്യയോടുള്ള അടിമത്തമാണോ എന്ന് സംശയിച്ചിട്ടുണ്ട്. എൻ്റെ ധ്യാനം കൂടി കർത്താവ് വന്ന അനേകർ ഭാര്യമാർ നിർബന്ധിച്ചിട്ട് കർത്താവിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോയവരുമുണ്ട്. ഇതൊക്കെ എൻ്റെ കൺമുമ്പിലുണ്ട്. ആ ലിസ്റ്റും അവരുടെ പേരും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഭാര്യയെ സ്നേഹിക്കണം. പക്ഷേ ഭാര്യയെ സ്നേഹിക്കുന്നതുകൊണ്ട് കർത്താവിനെ ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടില്ല. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ സ്നേഹം യേശുവാണ്. യേശു കഴിഞ്ഞിട്ടാണ് ഭാര്യ. പക്ഷേ എപ്പോഴും ഭാര്യ കഴിഞ്ഞിട്ടേ യേശു ഉള്ളൂ. അതാണ് പ്രശ്നം. അതുപോലെ തന്നെ ഭാര്യമാർ പറയുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താക്കന്മാരെയും സ്നേഹിക്കുക. തീത്തൂസ് 2:4. ഭർത്താക്കന്മാരെയും കുട്ടികളെയും സ്നേഹിക്കാനും വിവേകവും ചാരിത്രശുദ്ധിയും കുടുംബജോലികളിൽ താത്പര്യവും ദയാശീലവും ഭർത്താക്കന്മാരോട് വിധേയത്വവും ഉള്ളവരാകാനും യുവതികളെ അവർ പരിശീലിപ്പിക്കട്ടെ. അങ്ങനെ ദൈവവചനത്തെ അപകീർത്തിയിൽ നിന്ന് ഒഴിവാക്കാൻ അവർക്ക് കഴിയും. ആമേൻ. അപ്പോൾ ഭർത്താക്കന്മാരെയും കുട്ടികളെയും ഒക്കെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ഭർത്താവിനോട് വിധേയപ്പെടാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കർത്താവിൽ നിന്നും അകറ്റുന്ന ഭർത്താവിനെ വിധേയപ്പെടണമെന്ന് പറഞ്ഞിട്ടില്ല. ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവിന് വിധേയപ്പെടണം. പക്ഷേ എല്ലാം യേശു കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ അന്യരെ, സ്ട്രേഞ്ചേഴ്സിനെ
നിങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാൻ പറയുന്നുണ്ട്. ഹെബ്രായർ 13 2-3 വരെ. ഹെബ്രായർ 13 2-3 വരെ. അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ആളറിയാതെ ചിലർ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. തടവിൽ കിടക്കുന്നവരെ നിങ്ങൾ അവരുടെ കൂട്ടുതടവുകാർ എന്ന പോലെയും പീഡിപ്പിക്കപ്പെടുന്നവരെ നിങ്ങളും പീഡനം സഹിക്കുന്നവർ എന്ന പോലെയും ഓർത്തുകൊള്ളുവിൻ. ആമേൻ. അപ്പോൾ നമ്മൾ അതിഥി സൽക്കാരത്തിന് താല്പര്യം കാണിക്കാൻ പറയുമ്പോൾ കർത്താവ് പറയുന്നത് ചിലപ്പോൾ അറിയാതെ നിങ്ങൾ മാലാഖമാരെ ആയിരിക്കും ചിലപ്പം സൽക്കരിക്കുന്നത്. അതുപോലെ തന്നെ യാക്കോബിൻ്റെ 1-ാം അധ്യായം 27-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്: അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക, ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക. ആമേൻ. അപ്പോൾ ആരെയൊക്കെ സ്നേഹിക്കണം? വിധവകളെ, അനാഥരെ, അവരുടെയൊക്കെ ഞെരുക്കങ്ങളിൽ അവരൊക്കെ വേണ്ട സഹായം ചെയ്ത് കൊടുക്കുക, അവരെ സ്നേഹിക്കുക. ഇനി അടുത്തത് ലൂക്ക 14:26. ലൂക്ക 14:26. ഒരുവൻ എൻ്റെ അടുക്കൽ വരികയും തൻ്റെ അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സ്വന്തം സഹോദരനെയും സഹോദരിമാരെയും സ്വന്തം ജീവനെ തന്നെയും വെറുക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധ്യമല്ല. ഇനി വേറൊരു ഭാഗത്ത് ഞാൻ വായിക്കുന്നില്ല, മത്തായിയുടെ സുവിശേഷത്തിലാണ് ഇത് തന്നെ പറയുന്നുണ്ട്. അവിടെ ഉപയോഗിക്കുന്ന വാക്ക് ആരെങ്കിലും സ്വന്തം അപ്പനെയും അമ്മയും വെറുക്കാതെ എൻ്റെ അടുക്ക് വരാൻ പറ്റത്തില്ല. ആ വാക്ക് വായിക്കുമ്പോൾ അനേകർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും. വെറുക്കാൻ എന്ന് പറയുമ്പോൾ അങ്ങനെ വെറുക്കാനല്ല പറഞ്ഞത്. ഇപ്പം നമ്മൾ വായിച്ച് കേട്ടതാണ്, ഇപ്പം ലൂക്കായി വായിച്ച് കേട്ടത് തന്നെയാണ് ഉദ്ദേശിക്കുക. അതായത് എന്നേക്കാളധികം സ്നേഹിക്കരുത്. അപ്പനെ സ്നേഹിക്കണം, അമ്മയെ സ്നേഹിക്കണം, വീട്ടുകാരെ സ്നേഹിക്കണം, ഭാര്യയെ സ്നേഹിക്കണം, ഭർത്താവിനെ സ്നേഹിക്കണം, വിധവകളെ സ്നേഹിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം. പക്ഷെ അവരാരും യേശുവിനേക്കാളും ഉപരിയാകരുത്. ആദ്യം യേശുവിനെ സ്നേഹിക്കുന്നവന് ഒരു നിയമവും പാലിക്കേണ്ട. സ്വാഭാവികമായിട്ട് നിൻ്റെ ഭർത്താവിനെയും സ്നേഹിക്കും, ഭർത്താവിനോട് വിധേയപ്പെടുകയും ചെയ്യും, ഭാര്യയെയും സ്നേഹിക്കും, മക്കളെയും സ്നേഹിക്കും, മാതാപിതാക്കന്മാരെയും സ്നേഹിക്കും, വിധവകളെയും സ്നേഹിക്കും. ഇതൊന്നും നിയമമല്ല. നമ്മുടെ ഉള്ളിൽ നിന്നും ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകും. ഇതാണ് യേശു ഉദ്ദേശിച്ചത്. അതായത് നിൻ്റെ സ്നേഹം, ആദ്യത്തെ സ്നേഹം യേശുവിനായിരിക്കണം. ഇതിൻ്റെ വെളിച്ചത്തിലാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ഹെബ്രായിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, 8-ാം ദിവസം പരിച്ഛേദനം സ്വീകരിച്ചവൻ, തീക്ഷ്ണത കാര്യത്തിൽ സഭയെ പീഡിപ്പിച്ചവൻ, എൻ്റെ മതത്തോടുള്ള ഭയങ്കര തീക്ഷ്ണത കൊണ്ട് എനിക്ക് മനസ്സിലാകാത്ത ഈ ക്രിസ്തു മതം, എനിക്ക് മനസ്സിലാകാത്ത ഈ ക്രിസ്ത്യാനികളെ ഞാൻ പീഡിപ്പിച്ചു, ഞങ്ങളുടെ ജയിലിലടച്ചു. എന്നാൽ ഇന്ന് അവന് ബോധം വന്നപ്പം ഞാനതൊക്കെ നഷ്ടമായി കരുതുന്നു, എല്ലാം ഉച്ഛിഷ്ടം പോലെ കരുതുന്നു. എന്തിനു വേണ്ടി? എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുവാൻ. ഇതാണ് പ്രിയപ്പെട്ടവരെ. ഇത്രയും കേട്ടെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ സ്വന്തം ജീവൻ ഒന്ന് പരിശോധിക്കണം. നമ്മുടെ സ്നേഹം എവിടെയാണ്? മറക്കരുത്, എല്ലാവരും സ്നേഹിക്കണം. പക്ഷേ യേശു കഴിഞ്ഞിട്ടുള്ള സ്നേഹം, യേശുവിന് വേണ്ടി എൻ്റെ ജീവിതം കൊടുത്തിട്ടുണ്ടോ? കാര്യം യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് നമ്മുടെ രക്ഷ. ഒന്ന് പള്ളിയിൽ പോകുന്നതുകൊണ്ട് രക്ഷയില്ല, ബൈബിൾ വായിച്ചുകൊണ്ട് രക്ഷയില്ല, വചനം വായിച്ച് പഠിച്ച് മറ്റുള്ളവർക്ക് അത് പ്രസംഗിക്കുന്നതുകൊണ്ട് രക്ഷയില്ല. നീ ആ വചനത്തിൽ ജീവിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ വചനം പറയുന്നത് ആദ്യത്തെ സ്നേഹം യേശുവിനാണ്. അങ്ങനെ ഒരു സ്നേഹം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. നമ്മൾ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് കർത്താവിന് മുമ്പിൽ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കണമെങ്കിൽ കർത്താവിനോട് തന്നെ പറ, യേശുവേ, ഞാൻ അങ്ങേ അറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്നെങ്കിലും ഇന്നത്തെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ എന്നെ ഒന്ന് പരിശോധിക്കുമ്പം പല കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കാതെയും മനസ്സിലാക്കിയിട്ടും
ഞാൻ അങ്ങേക്കാളുപരി മറ്റു പലതിനും സ്ഥാനം കൊടുത്തു പോയി. അതിനുവേണ്ടിയൊക്കെ കർത്താവിന് മുമ്പിൽ ഒന്ന് ക്ഷമ ചോദിച്ച് ഒന്ന് പശ്ചാത്തപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നാഥനും കർത്താവും രക്ഷകനുമായ യേശുവേ, ഇന്ന് അങ്ങയുടെ ഈ വചനം കേട്ട അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും കണ്ടുകൊണ്ടിരിക്കുന്നവരെയും കർത്താവ് സമർപ്പിക്കുകയാണ്. നിൻ്റെ ജീവൻ, നീയാണല്ലോ ജീവൻ കർത്താവേ. ഞങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകണമെങ്കിൽ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമല്ലോ. അങ്ങ് പറഞ്ഞല്ലോ, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിനടുക്കലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട യേശുവേ, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സഹോദരി സഹോദരന്മാരുടെ മേൽ അങ്ങയുടെ വലങ്കരം വെച്ച് അനുഗ്രഹിക്കണമേ. അവർക്ക് ആഴമേറിയ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വന്ന് നല്ല ധൈര്യമായിട്ട് ഏറ്റവും ജീവിതത്തിലെ പ്രഥമ സ്ഥാനം യേശുവിന് കൊടുക്കാനുള്ള ആ പ്രത്യേകമായ ആ കൃപ കൊടുക്കാൻ വേണ്ടി യേശു നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അനേകർക്ക് അങ്ങ് കൊടുക്കുന്ന രോഗശാന്തികൾക്ക് സ്തോത്രം പറയുന്നു കർത്താവേ. കാലും കയ്യും ഒക്കെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ. ആ ചൊറിച്ചിൽ പൂർണ്ണമായിട്ട് മാറാനായിട്ട് ഇതാ മറ്റൊരു പ്രായം ചെന്ന അമ്മച്ചി തല മുഴുവൻ ചൊറിയുകയാണ്. കാറുകണങ്ങിൻ്റെ ബുദ്ധി കൊണ്ട് കർത്താവേ, അങ്ങയുടെ കരങ്ങൾ ആ മകളുടെ മേൽ പതിക്കണമേ. ഒരപ്പച്ചൻ എഴുതുകൊണ്ട് വിഷമിക്കുകയാണ്, എൻ്റെ ആരോഗ്യത്തെയൊക്കെ ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് മദ്യപിച്ചും പുകവലിച്ചുമൊക്കെ. കർത്താവേ, ഈ നിമിഷം അങ്ങേ നാഥനും കർത്താവുമായിട്ട് ഏറ്റെടുക്കുന്ന ഈ നിമിഷത്തിൽ അങ്ങയുടെ സൗഖ്യദായകമായ സ്പർശനം ഈ അപ്പച്ചന് കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതാ ഒരു മാതാപിതാക്കന്മാർ തൻ്റെ കുട്ടികളെ ഓർത്ത് വിഷമിക്കുകയാണ്. പഠിക്കാനായിട്ട് വലിയ മിടുക്കില്ല, പഠിക്കാൻ മടിയുള്ളവരാണ്, സ്കൂളിൽ പോകാൻ മടിയാണ്. ഇപ്പോൾ ഈ ലോക്കൗട്ടിൽ അവർ സന്തോഷിച്ചിരിക്കുകയാണ്. എന്നാൽ ഇനി ഒരിക്കലും സ്കൂളിൽ പോകാൻ ഇഷ്ടപ്പെടാത്തവരുണ്ട്. കർത്താവേ, ഈ കുഞ്ഞുങ്ങളുടെ മേലും നിൻ്റെ കരുണ കൊടുക്കണമേ. അവർക്ക് ആ പഠിക്കാനുള്ള ആഗ്രഹം കൊടുക്കണമേ കർത്താവേ. അതിനുള്ള അങ്ങയുടെ ജ്ഞാനം കൊടുക്കണമേ കർത്താവേ. കർത്താവേ, ദമ്പതികൾ തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ഒരു ദമ്പതിയെ അങ്ങ് കാണിക്കുന്നല്ലോ കർത്താവേ. ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഭാര്യ പറയുന്നത് ഭർത്താവിന് ഇഷ്ടപ്പെടുന്നില്ല. അവിടെ എന്നും വഴക്കാണല്ലോ കർത്താവേ. നിൻ്റെ സ്നേഹം കൊണ്ട് നിറയുമ്പം സ്വാഭാവികമായിട്ട് ഭർത്താവിനോട് പറഞ്ഞതുപോലെ നിൻ്റെ ഭാര്യയെ സ്നേഹിക്കുക, ഭാര്യയോട് പറഞ്ഞതുപോലെ നിൻ്റെ ഭർത്താവിനെയും മക്കളെയും സ്നേഹിക്കുകയും ഭർത്താവിന് വിധേയപ്പെട്ടിരിക്കുക. കർത്താവ്, അത് സ്വാഭാവികമായിട്ട് വരുമല്ലോ. അങ്ങയെ സ്വീകരിക്കുമ്പം കർത്താവ് നിൻ്റെ കരങ്ങൾ വഹിച്ച് അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ വിവാഹ ജീവിതത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ യേശുവേ, സ്തോത്രം, ഹല്ലേലൂയ. വലിയ വയറെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, വയറുകടി ഒക്കെ ഉള്ള ഒരാൾ ആ വേദന കാരണം സഹിക്കാൻ മേലാതെ നിൽക്കുന്നു. കർത്താവേ, അങ്ങ് സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, സ്തോത്രം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക, ഈ സൗഖ്യങ്ങൾ നിങ്ങളുടെ ആണ്. ഏറ്റെടുത്ത് നന്ദി പറഞ്ഞ് അത് അങ്ങ് സ്വീകരിക്കുക. കർത്താവ് നിങ്ങളെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ നല്ലവനായ കർത്താവ്, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ എല്ലാവരുടെ മേൽ വരട്ടെ എന്ന് ഞാൻ യേശുവിനെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. These are the days of Elijah, declaring the word of the Lord. And these are the days of your servant Moses, righteousness being restored. Though these are the days of great trial, of famine and darkness and sorrow, still we are the voice in the desert, crying, preparing the way of the Lord. Hallelujah. Great and mighty is the Lord our God. Great and mighty is He എന്ന് നമ്മൾ പാടാറുണ്ട്. അതെ, He is the mighty God. സ്വർഗം ചായ്ച്ചിറങ്ങി നമ്മുടെ അടുക്കിലേക്ക് വരുന്ന ദൈവത്തെ നമുക്കിന്ന് ഒരിക്കൽ കൂടി കാണാം. കോട്ടയത്ത് നിന്നും അന്നയുടെ സാക്ഷ്യമാണ് ഇന്ന് ഇവിടെ പങ്കുവയ്ക്കുന്നത്. യേശു ഈ മകളുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ കാര്യങ്ങൾ ദൈവമഹത്വത്തിനായി ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. തീർച്ചയായും ഇത് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ ഈ സാക്ഷ്യം ഇടയാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത് സാമാന്യം ദീർഘമായ ഒരു സാക്ഷ്യമാണ്. 2021 ഫെബ്രുവരി 14 അന്നയും കുടുംബവും കോവിഡ് പോസിറ്റീവായി. എന്നാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ അടുത്ത ടെസ്റ്റിൽ തന്നെ
എല്ലാവരും ദൈവകൃപയാൽ കോവിഡ് നെഗറ്റീവായി. ദൈവത്തിന് സ്തുതി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അന്നയുടെ പിതാവിനെ അതികഠിനമായ ചുമ ബാധിച്ചതിനാൽ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടതായി വന്നു. പരിശോധനകൾക്ക് ശേഷം ഇത് കൊറോണ ബാധിച്ചവർക്കുണ്ടാകുന്ന പോസ്റ്റ് കൊറോണ സിംറ്റം എന്ന അവസ്ഥയാണെന്നും അദ്ദേഹത്തിൻ്റെ ശ്വാസകോശം 70% തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും ഡോക്ടർ പറഞ്ഞു. മാർച്ച് 31 വരെ സ്റ്റിറോയിഡ് എടുക്കുവാനും ആ കാലയളവിൽ കർശനമായ നിരീക്ഷണത്തിലായിരിക്കുവാനും ഡോക്ടർ നിർദ്ദേശിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വോക്കൽ കോഡ്സിൽ അണുബാധ ബാധിച്ചതിനാൽ അന്നയുടെ പിതാവിൻ്റെ സ്വരം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. 2 ആഴ്ചത്തേക്ക് വോയിസ് റെസ്റ്റ് നിർദ്ദേശിച്ചു. കൊറോണ ബാധിച്ചതിന് ശേഷം അദ്ദേഹം വീട് വിട്ട് പുറത്തേക്ക് പോയിരുന്നതേയില്ല. ഇതിനിടെ മാർച്ച് 8 അന്നയുടെ അമ്മച്ചിക്ക്, അതായത് അന്നയുടെ അമ്മയുടെ അമ്മയ്ക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയും ഉടൻ തന്നെ ബൈപ്പാസ് സർജറി വേണ്ടി വരികയും ചെയ്തു. ഒരു ആർട്ടറി 100%, മറ്റൊന്ന് 90% ബ്ലോക്കായിരുന്നു. എന്നാൽ യേശു വലിയ അത്ഭുതം ചെയ്തതിനാൽ സർജറി വിജയകരമായി പൂർത്തിയാക്കുവാൻ സാധിച്ചു. അമ്മച്ചി ആശുപത്രിയിലായിരിക്കുമ്പോൾ തന്നെ മാർച്ച് 13 അന്നയുടെ പിതാവ് ഉച്ചയുറക്കത്തിൽ നിന്നും ഉണർന്നപ്പോൾ അദ്ദേഹത്തിന് ഒന്നും കാണുവാൻ വയ്യാത്തതായ ഒരവസ്ഥയുണ്ടായി. 2 കണ്ണുകളുടെയും ദൃഷ്ടി 2 വശത്തേക്കായി. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. 2 MRI എടുത്തു. എന്നാൽ റിസൾട്ടിനായി കാത്തിരിക്കുമ്പോൾ തന്നെ യാതൊരു മരുന്നും കൂടാതെ അദ്ദേഹത്തിന് പരിപൂർണമായ സൗഖ്യമായി. എങ്കിലും ന്യൂറോളജിസ്റ്റ്, കാർഡിയോളജിസ്റ്റ്, ഗ്യാസ്ട്രോളജിസ്റ്റ് എന്നിവരെ കാണുവാൻ നിർദ്ദേശിച്ചതിനാൽ പലവിധ ടെസ്റ്റുകളും സ്കാനിങ്ങും നടത്തുകയുണ്ടായി. ന്യൂറോ സർജൻ്റെ അഭിപ്രായത്തിൽ അന്നയുടെ പിതാവിന് ഒരു ചെറിയ സ്ട്രോക്ക് ഉണ്ടാകുകയും MRIക്ക് വിധേയനാകുന്നതിന് മുമ്പ് തന്നെ അത് മാറിപ്പോവുകയും ചെയ്തിരുന്നു. മാത്രമല്ല, മരുന്നുകൾ ഒന്നും കൂടാതെ കാഴ്ച തിരികെ ലഭിച്ചു എന്നത് ഒരു അസാധാരണമായ കാര്യമാണ്. ഇത് നമ്മുടെ കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയല്ലാതെ മറ്റെന്താണ്? യേശുവിന് സ്തുതി. അദ്ദേഹത്തിൻ്റെ ECG റിപ്പോർട്ടുകൾ വന്നപ്പോൾ ആദ്യം ആൻജിയോഗ്രാം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ എല്ലാം പെർഫെക്റ്റ്ലി ഓക്കെ എന്ന് കാർഡിയാക് സർജൻ റിപ്പോർട്ട് ചെയ്തു. മാർച്ച് 22 ഗ്യാസ്ട്രോളജിസ്റ്റ് അന്നയുടെ പിതാവിന് സ്റ്റേജ് 1 ലിവർ സിറോസിസ് ആണെന്നും സ്ഥിതി വളരെ മോശമാണെന്നും റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇത് കുടുംബത്തെ തകർത്തില്ല. കാരണം ആ ഞായറാഴ്ച പാസ്റ്ററിലൂടെ ദൈവം ഒരു വചനം അയച്ചിരുന്നു. ഡോക്ടർമാർ വസ്തുതകൾ പറഞ്ഞേക്കാം, പക്ഷേ സത്യം കർത്താവിൻ്റെ റിപ്പോർട്ടാണ്. അത് നല്ല റിപ്പോർട്ടായിരിക്കുകയും ചെയ്യും. അതിനുശേഷം പിതാവിനെ എറണാകുളത്ത് ഒരു ഗ്യാസ്ട്രോ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുവാൻ വേണ്ടി കൊണ്ടുപോയി. നേരത്തെ എടുത്ത റിപ്പോർട്ടുകൾ ഒന്നും തന്നെ കാണിക്കാതെ പുതിയ ടെസ്റ്റുകൾ നടത്തുകയുണ്ടായി. വീണ്ടും ഒറ്റ രാത്രി കൊണ്ട് യേശു ആ റിപ്പോർട്ട് മാറ്റിമറിച്ചു. സ്റ്റേജ് 1 ലിവർ സിറോസിസ് സ്റ്റേജ് 0 ആയി. മാത്രമല്ല, ഭയപ്പെടേണ്ടതായ ഒരു കാര്യവുമില്ലെന്നും ഭക്ഷണകാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയെന്നും അഭിപ്രായപ്പെട്ടു. യേശു തന്ന ഈ പുതിയ റിപ്പോർട്ടിലൂടെ യേശു എത്ര വലിയവനാണെന്ന് ആ കുടുംബം ഒരിക്കൽ കൂടി മനസ്സിലാക്കി. മാത്രമല്ല, സർജറി കഴിഞ്ഞ അമ്മച്ചി ആരോഗ്യം വീണ്ടെടുത്തു. അപ്പയുടെ സ്വരം തിരികെ ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ എല്ലാ പരിശോധനാ ഫലങ്ങളും ഓക്കെയാണ്. ഇതെല്ലാം കാണിക്കുന്നത് യേശുവിൻ്റെ ഭുജബലത്താൽ സൗഖ്യമുണ്ടായി എന്നാണ്. എല്ലാവരും ഈ കുടുംബത്തെ വിളിച്ച് ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് ഇതാണ്: ഇറ്റ് ഹാസ് ബീൻ എ മന്ത് ഓഫ് കണ്ടിന്യൂസ്ലി എൻകൗണ്ടറിങ് ഹിസ് ഗ്ലോറി, ഡേ ആഫ്റ്റർ ഡേ, വീക്ക് ആഫ്റ്റർ വീക്ക്. അതെ, ഈ ഒരു മാസം മുഴുവൻ ഓരോ ദിവസവും ഓരോ ആഴ്ചയും ദൈവമഹത്വം കണ്ടുമുട്ടിയ ദിവസങ്ങളായിരുന്നു എന്നാണ്. ഇതിനിടെ അന്നയുടെ സഹോദരന് ഒരു കാർ അപകടമുണ്ടായി.
എന്നാൽ യാതൊരു പരിക്കുകളുമില്ലാതെ രക്ഷപ്പെട്ട് അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തുകയുണ്ടായി. തീർച്ചയായും വാട്ട് ആൻ ഓസം ഗോഡ് വി സെർവ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ജീവിത അനുഭവമല്ലേ ഇത്. ഇതിനെക്കുറിച്ച് അന്നയുടെ അമ്മ രേണു പറയുന്നത്, യേശുവിൻ്റെ മഹത്വം വെളിപ്പെടാനായി തൻ്റെ കുടുംബത്തെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നാണ്. രേണു പറയുന്നു, ഇത്രമാത്രം യേശു എന്നെ സ്നേഹിക്കുന്നു എന്നോർത്ത് ഞാൻ വളരെ എക്സൈറ്റഡ് ആണെന്നാണ്. മാത്രമല്ല, താൻ ഒട്ടും ധൈര്യമില്ലാത്ത, ബലമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഈ സംഭവങ്ങളൊക്കെയും ഈ സഹോദരിയെ ഒരുപാട് ബലപ്പെടുത്തി. യേശു ഇറങ്ങി വന്ന് ഇവിടെ തന്നോടൊപ്പമുണ്ടെന്ന് സഹോദരിക്ക് പൂർണ്ണ ബോധ്യമായി. അതുകൊണ്ട് തന്നെ ആ മകൾക്ക് ഇപ്പോൾ നല്ല ധൈര്യമാണ്. ഹല്ലേലൂയ. ഈ സാക്ഷ്യം എന്നെ വളരെ എക്സൈറ്റഡ് ആക്കിയ ഒരു സാക്ഷ്യമാണ്. തീർച്ചയായും ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതേ അനുഭവം തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. Behold, he is come, riding on the clouds, shining like the sun. At the trumpet's call, lift your voice. It's year of jubilee, and out of Zion's hill salvation's come. Behold, he is come, riding on the clouds, shining like the sun. At the trumpet's call, lift your voice. It's year of jubilee, and out of Zion hill salvation's come. These are the days of Ezekiel, the dry bones becoming as flesh. And these are the days of your servant David, rebuilding a temple of praise. And these are the days of the harvest, the fields are wide in the world, and we are the laborers in your vineyard, declaring the word of the Lord. Behold, he comes, riding on the clouds, shining like the sun. At the trumpet's call, lift your voice. It's year of jubilee, and out of Zion's hill salvation's come. Behold, he comes, riding on the clouds, shining like the sun. At the trumpet's call, lift your voice. It's year of jubilee, and out of Zion's hill salvation's come. There's no God like Jehovah. 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 These come, riding on the clouds, shining like the sun. At the trumpet's call, lift your voice. It's year of jubilee, and out of Zion hill salvation's come. Behold, he's come, riding on the clouds, shining like the sun. At the trumpet's call, lift your voice. It's year of jubilee, and out of Zion hill salvation's come. Behold, he's come, riding on the clouds, shining like the sun. At the trumpet's call, lift your voice. It's year of jubilee, and out of Zion's hill salvation's come. Behold, he's come, riding on the clouds, shining like the sun. At the trumpet's call, lift your voice. It's year of jubilee,